നമസ്കാരം. എത്ര തിരക്കുകൾക്കിടയിലും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനമാണ് നമ്മൾക്ക്. കാരണം നമ്മുടെ സ്വന്തം വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റുള്ള എവിടെ പോയാലും സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം നിറയുന്നത്. സ്വന്തം മുറി അല്ലെങ്കിൽ സ്വന്തം വീട് എന്നൊക്കെ പറഞ്ഞാൽ ഏവരുടെയും വികാരം തന്നെയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് ഊർജ്ജം മറ്റെവിടെ നിന്നും നമ്മൾ ആർക്കും തന്നെ ലഭിക്കുകയുമില്ല. എന്നാൽ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിത രീതികൾക്കിടയിൽ പലർക്കും സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഉറക്കമില്ലാത്ത അവസ്ഥ വരുന്നുണ്ട്, അങ്കലാപ്പുകൾ വരുന്നുണ്ട്, സമാധാനക്കുറവ് വരുന്നുണ്ട്. അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് നിരന്തരം ഓരോ മനുഷ്യരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ജോലി തിരക്കോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ മാത്രമല്ല, വാസ്തുപ്രകാരമുള്ള ചില ദോഷങ്ങൾ നിമിത്തമാണ് ഇങ്ങനെ കൂടുതലായി നമ്മളിലേക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ, ഒരു അലസത, ഒരു മടി, എന്ത് കാര്യം ചെയ്യാനും ഒരു മടി പിടിച്ച അവസ്ഥയൊക്കെ വന്ന് ചേരുന്നത്. വീടിൻ്റെ സമാധാനം ഇല്ലാതാവുകയും അതുവഴിയാണ് ഈ ഉറക്ക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥകളൊക്കെയും വന്ന് ഭവിക്കുന്ന സമാധാനക്കുറവ് പരിഹരിക്കുന്നതിനും വാസ്തുവിൽ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ വീടിനുള്ളിലേക്ക് കടക്കുന്ന വേളയിൽ സമാധാനമില്ല, ബുദ്ധിമുട്ടുകൾ എന്ന് വിഷമിക്കുന്ന ആളുകൾ, വീട്ടിൽ പോലും സമാധാനമില്ല, പുറത്തോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അല്പം സമാധാനമുണ്ട്, വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഒട്ടും സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമാധാനക്കേട് അല്ലെങ്കിൽ ആ സാമ്പത്തിക ഞെരുക്കം, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കാരണമില്ലാത്ത അസുഖങ്ങൾ, ഇതൊക്കെ മാറുന്നതിന് വാസ്തുവിൽ തന്നെ ചില പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള ചില വസ്തുക്കൾ ഒഴിവാക്കിയാൽ തന്നെ ഇങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സമാധാനക്കേട്, ശാരീരിക ബുദ്ധിമുട്ട്, ഒരു ബലമില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു മാറിപ്പോയിക്കൊള്ളും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കേൾക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റം ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ വയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ ആദ്യമായി പറഞ്ഞു തരാനുള്ളത്, വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ കിടക്കുന്ന, അതായത് ബെഡ്റൂമിൽ ടിവിയോ കമ്പ്യൂട്ടർ പോലെയുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾ അല്ലെങ്കിൽ ഉപകരണങ്ങളൊന്നും കൊണ്ടുവയ്ക്കുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. മിക്ക വീടുകളിലും ചിലപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാകും, അതേപോലെ തന്നെ TV, അതൊക്കെ ബെഡിലല്ലേ കിടന്നുകൊണ്ട് കാണാം എന്നൊരു ഉദ്ദേശത്തിലായിരിക്കും വയ്ക്കുന്നത്. പക്ഷേ ഇത്തരം വസ്തുക്കൾ മുറിയിൽ ഇരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഉറക്കത്തെയും ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ കൂടുതലായി വാസ്തുപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കിടക്കുന്ന മുറി, അതായത് ശയനമുറിയിൽ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും തന്നെ വയ്ക്കുവാൻ പാടുള്ളതല്ല. അത് എത്രയും വേഗം, ഇങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരുടെയെങ്കിലും വീട്ടിൽ കിടക്കുന്ന ബെഡ്റൂമിൽ ഇലക്ട്രോണിക് ഐറ്റംസ് എന്തെങ്കിലും ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മനസ്സിനൊരു പിരിമുറുക്കം ഉണ്ടാകുകയും ഉറക്കം പോലും ശരിയായ രീതിയിൽ കിട്ടാത്ത അവസ്ഥയ്ക്ക്, അതായത് വാസ്തുദോഷം തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും തന്നെ കിടപ്പുമുറിയിൽ സൂക്ഷിക്കരുത്. രണ്ടാമത്തെ കാര്യം, എല്ലാ മുറിയിലും, അതായത് എല്ലാ വീടുകളിലും നമ്മൾ ഒരുങ്ങുന്നതിൻ്റെ എളുപ്പത്തിനായിട്ട് കണ്ണാടി വെക്കാറുണ്ട്. അത് സാരിയൊക്കെ ഉടുക്കുന്നവരാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒന്ന് ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി കണ്ണാടി സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ കിടപ്പുമുറിയിൽ കണ്ണാടി കഴിവതും സ്ഥാപിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം വാസ്തുശാസ്ത്ര പ്രകാരം പറയുമ്പോൾ കിടക്കുന്ന മുറിയിൽ കണ്ണാടി സ്ഥാപിക്കുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് തന്നെ കണ്ണാടി അല്ലെങ്കിൽ തുണി കൊണ്ട് മറയ്ക്കുകയോ എന്തെങ്കിലും വേണം. അല്ലാതെ ഓപ്പണായിട്ട് കണ്ണാടിയല്ലേ, അങ്ങനെ തന്നെ അതിനെ ഇട്ടുകൊണ്ട് ആ മുറിയിൽ ഉറങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കണ്ണാടി നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കണ്ണാടി വെക്കാതിരിക്കുക, പിന്നെ രാത്രിയിൽ അത് തുണി കൊണ്ട് മറയ്ക്കാനും ഒക്കെ നിൽക്കുന്നതിലും ഭേദമല്ലേ കണ്ണാടി കിടക്കുന്ന മുറിയിൽ വയ്ക്കാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ണാടി ഉള്ള ഒരു മുറിയിലാണെങ്കിൽ തന്നെ നമുക്ക് ആ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും ആ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഒരു ഉറക്കമില്ലാത്ത അവസ്ഥ, ദമ്പതികൾക്കിടയിൽ ഒരു കലഹങ്ങൾ, പ്രശ്നങ്ങൾ, ഒരു ഒത്തൊരുമയില്ലാത്ത അവസ്ഥകളൊക്കെ വന്ന് ഭവിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ കിടപ്പുമുറിയിൽ കണ്ണാടി സൂക്ഷിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുക. അടുത്ത്, കിടക്കുന്ന ബെഡ്റൂമിൽ ഏത് ദിശയിൽ കിടക്ക വിരിച്ച് കിടക്കണം, അല്ലെങ്കിൽ വാസ്തുപ്രകാരം വടക്ക് കിഴക്ക് ദിശയിലേക്കാണ് കിടക്ക വിരിച്ച് കിടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ കിടക്കുന്നതിനകത്ത് എന്താ അർത്ഥമെന്ന് വാസ്തുശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അത് ശരിയായ രീതിയിൽ ചെയ്യാത്ത പക്ഷം നമുക്ക് ഭവനത്തിൽ തന്നെ ഇരുന്ന ഇരിപ്പുറക്കാത്ത അവസ്ഥ, പുറത്തൊക്കെ ഇറങ്ങിപ്പോകണം, ഒരു ശ്വാസം മുട്ടൽ, ഇതൊക്കെ വന്നു ഭവിക്കും. നമ്മുടെ ഗൃഹമാണെങ്കിൽ പോലും പല പ്രശ്നങ്ങൾ മൂലമാണ് ഇങ്ങനെ നമുക്ക് ഉറക്ക തടസ്സം ഉണ്ടാക്കുന്നത്. ഉറക്കത്തിന് തടസ്സമുണ്ടാകും. ഉറക്കം ഇല്ലാതെ വരുമ്പോൾ തന്നെ പിന്നെ മാനസികമായി ആകെ ഒരു വല്ലായ്മയാവും. പിറ്റേ
പിറ്റേ ദിവസം ജോലിക്ക് പോകുമ്പോൾ ആ ജോലിയെ കൂടിയാണ് ബാധിക്കുന്നത്. അതുപോലെ കട്ടിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മരത്തിൻ്റെ കട്ടിൽ ഉപയോഗിക്കുന്നതാണ്, അതും ചതുരാകൃതിയിലുള്ള കട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇപ്പോൾ പല രീതിയിൽ മോഡേൺ കട്ടിലുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്ന വീടാണെങ്കിൽ പോലും അത് മാറ്റിയിട്ട് തടിയുടെ കട്ടിൽ ഉപയോഗിക്കുന്നതാണ്. പണ്ട് ഉള്ള ആളുകളും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴുള്ളതും അങ്ങനെ അനുവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഒരു സമാധാനം ഉണ്ടാകുക, കുടുംബത്തിൽ തന്നെ ഒരു ശാന്തിയും സമ്മതം. നമ്മൾ രാത്രിയാണല്ലോ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടത് പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഉറക്കമാണ് വേണ്ടത്. പക്ഷേ ഇങ്ങനെയുള്ള ചില വാസ്തു സംബന്ധമായ തെറ്റുകൾ നിമിത്തം നല്ല ഉറക്കം കിട്ടാതെ വരികയും അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. അടുത്ത കാര്യം, ചില ആളുകളുണ്ട്, നമ്മൾ ഭവനങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാറുമുണ്ട്, ചിലർ കട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ആഹാരം കഴിക്കുക. ടി വിയും കാണും, അതിൻ്റെ കൂടെ കൈ അനങ്ങി വായിലോട്ട് ഇങ്ങനെ ആഹാരം വെച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും വാസ്തുശാസ്ത്ര പ്രകാരം പറയുമ്പോൾ കിടക്കയിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് വളരെയേറെ അശുഭകരമായ കാര്യമാണ്. ഇതും ഉറക്കത്തെ തടസ്സപ്പെടുത്തും. അതുകൂടാതെ സമാധാനം നഷ്ടപ്പെടുന്നതിനും കാരണമാകും. പിന്നീട് നമുക്ക് ആ അന്നഭാഗ്യം പോലും നഷ്ടപ്പെടുന്നതിന് കാരണമാകും. കാരണം കിടക്ക ഉറങ്ങുവാനുള്ളതാണ്, അല്ലാതെ ആഹാരം കഴിക്കാനോ ഇരുന്ന് പഠിക്കുവാൻ പോലും ഉള്ളതല്ല. ചില ആളുകൾ കുട്ടികളിരുന്ന് കിടക്കയിലിരുന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിൽ തലയിൽ കയറുന്നത് എന്ന് പറയുന്ന കുട്ടികളെയും എനിക്കറിയാം. പക്ഷെ ഒരിക്കലും അങ്ങനെ വാസ്തുശാസ്ത്രപ്രകാരം കിടക്കയിലിരുന്ന് പഠിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. ചിലപ്പോൾ കിടന്നുകൊണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കുന്നതിനൊന്നും കുഴപ്പമില്ല, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിടക്കയിലിരുന്ന് ചെയ്യരുത്. അടുത്തത്, മിക്ക ആളുകളും രാത്രി കിടന്ന് ഉറങ്ങി ഇടയ്ക്ക് എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന ഒരു ശീലമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ കിടപ്പുമുറിയിൽ വെള്ളവും കരുതി വെച്ചിട്ടുണ്ടാവും. എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ രാത്രിയിൽ കിടക്കുന്ന ആ കിടപ്പുമുറിയിൽ ഇങ്ങനെ വെള്ളം സൂക്ഷിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അത് ദോഷം ചെയ്യും, ഉറക്കത്തിനെ നശിപ്പിക്കും, ആ സമാധാനം ഇല്ലാതാക്കുകയും. കിടപ്പുമുറിയുടെ തൊട്ടു മുന്നിൽ വാട്ടർ ടാങ്ക് ഒക്കെ വരികയാണെങ്കിൽ ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ കിടപ്പുമുറിക്ക് ഉള്ളിലും വരാൻ പാടില്ല, കിടപ്പുമുറിയോട് ചേർന്നും വാട്ടർ ടാങ്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളും വരാൻ പാടില്ല. വെള്ളമൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ബെഡ്റൂമിൽ തന്നെയല്ല, അതിന് ഹോളിലൊക്കെ വെക്കാം, ടേബിളിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് വെക്കാം. ഈ മുറിയിൽ തന്നെ ഇങ്ങനെ വെക്കുന്നത് ഉറക്കം തടസ്സപ്പെടുത്തുന്നതിനും സമാധാനം കിട്ടാത്ത അവസ്ഥയിലേക്കൊക്കെ നയിക്കും. ഇനി ഒട്ടും ഉറക്കം കിട്ടുന്നില്ല, രാത്രി ആകെ ബുദ്ധിമുട്ടായി എന്ന് പറയുന്നവർക്ക് ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം, ഒരു ചെറിയൊരു പൊടിക്കൈ പറഞ്ഞുതരാം. ഒട്ടും ഉറക്കം ലഭിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ കിടക്കുന്ന മുറിയിൽ ഒരു ചെറിയൊരു നെയ്വിളക്ക് കത്തിക്കുന്നത് നല്ല കാര്യമാണ്. ഉറക്കം മെച്ചപ്പെടുന്നതിനും ആ റൂമിൻ്റെ നെഗറ്റിവിറ്റി പുറത്തു പോയി പോസിറ്റിവിറ്റി വരുന്നതിന് കാരണം. അത് വിളക്ക് കത്തിക്കണമെന്നില്ല, ചെറിയ ചിരാതുണ്ടല്ലോ നമ്മൾ കത്തിക്കുന്നത്, ആ ചെറിയ ചിരാത് ഇതിനകത്ത് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് കത്തിച്ച് വെച്ച് അത് ഉറങ്ങുന്നതിന് കുറച്ച് മുൻപ് ആ മുറിയിൽ കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ ആ റൂമിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾ അണച്ചോളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ അതിലൊരു പോസിറ്റീവ് ഊർജ്ജം നിറയുകയും നിങ്ങൾക്ക് പിന്നീട് ഉറങ്ങുമ്പോൾ സമാധാനം ലഭിക്കുകയും ഉറക്കത്തിൽ ദുസ്വപ്നങ്ങളൊന്നും കാണാതെ. കുട്ടികളൊക്കെ ഉള്ള ഭവനമാണ്, ചില കുട്ടികളുണ്ട് രാത്രി ഉറക്കത്തിൽ ഞെട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് തലയിണയുടെ അടിയിലൊക്കെ ഇരുമ്പ് അല്ലെങ്കിൽ അടുത്ത ചൂല് ഒക്കെ വെക്കുന്ന, ചെരുപ്പ് ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. ചെറിയൊരു ചിരാതെടുത്ത് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഒരു തിരി കത്തിച്ച് വെക്കുക. ഉറങ്ങുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് കത്തിച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അണച്ചിട്ട് വന്ന് കിടക്കുക. ആ സമയം കൊണ്ട് ആ മുറിയിൽ ഒരു പോസിറ്റിവിറ്റി നിറയുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. മാറ്റമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക.